ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ വീഡിയോസ് ഇട്ടിട്ട് കുറേ ആയി. അപ്പോൾ വേറെ ഒന്നുമല്ല, കുറച്ച് ബിസി ആയിപ്പോയി, ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇന്ന് മെയിനായിട്ട് വീഡിയോ ഇടാൻ കാരണം ഞാൻ ഈ വണ്ടി എടുത്തിട്ട്, നിങ്ങൾക്കറിയാം, ഒരു യമഹ ഫെസിനോ 125 ഞാൻ വണ്ടി എടുത്ത സമയത്ത് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. അത് ഏകദേശം നല്ല റീച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വണ്ടി ഇപ്പോൾ എടുത്തിട്ട് ആൾമോസ്റ്റ് 2 ഇയർ ആയിരിക്കുകയാണ്. അപ്പോൾ ഈ 2 വർഷത്തിൽ എനിക്കുണ്ടായ ഒരു മെയിൻ്റെനൻസ്, അതായത് വണ്ടിയിൽ എന്തൊക്കെയാണ് മെയിൻ്റെനൻസ് ഉണ്ടായത്, പിന്നെ നിനക്ക് എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് തന്നെ കൂട്ടിക്കും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. വണ്ടി എടുക്കാൻ പോകുന്നവർക്ക് ഇതൊരു ജസ്റ്റ് കണ്ടിട്ട് വണ്ടി എടുക്കണോ വേണ്ടോ എന്നുള്ള ഡിസിഷൻ നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ ഒരു 2 വർഷത്തെ എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ഈ വണ്ടി എടുത്തിട്ട് എനിക്ക് ഫസ്റ്റായിട്ട് ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, വണ്ടി എടുത്ത് ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ആയപ്പോഴേക്കും എൻ്റെ ബാറ്ററി ഫുള്ളായിട്ട് പോയി. കാരണം ബാറ്ററി നമുക്ക് വാറണ്ടി ഉണ്ടായിരുന്നതുകൊണ്ട് പൈസ ഒന്നും ആയില്ല. സർവീസ് സെൻ്ററിൽ കൊടുത്ത് വാറണ്ടി നമ്മൾ ക്ലെയിം ചെയ്തു. ബാറ്ററി ഒരു പുതിയ കിട്ടുന്നു. എന്നാലും ഫസ്റ്റ് ഒരു വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു 1 ഇയർ ആവും തന്നെ ബാറ്ററി പോകാമെന്ന് വെച്ചാൽ എനിക്കത് അറിയത്തില്ല എന്താണെന്ന്. പക്ഷേ എൻ്റെ ഒരു ഡ്യൂ ഉണ്ട്, നിങ്ങൾക്കറിയാം. ഞാൻ അത് യൂസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ 8 ഇയർ ആവുന്നുണ്ട്. അപ്പോൾ ആ വണ്ടിയിൽ എനിക്ക് ബാറ്ററി ഏകദേശം എനിക്ക് തോന്നി കുറച്ച്, അത് 2-3 വർഷം 4 വർഷമൊക്കെ ആയിട്ടാണ് ഞാൻ ബാറ്ററി മാറിയത് തന്നെയാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി. കാരണം വണ്ടി എടുത്തൊരു വർഷമായപ്പോൾ തന്നെ ബാറ്ററി ഇതായിട്ട് റീപ്ലേസ് ചെയ്യേണ്ട അവസ്ഥ വന്നു. പക്ഷേ ഫ്രീ ആയിട്ട് മാറി കിട്ടി. പിന്നെ ഓൾമോസ്റ്റ് ഒരു 2 ഇയർ ആകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഒരു ആക്സിലേറ്റർ കേബിൾ പെട്ടെന്ന് പോയി. പിന്നെ അത് റീപ്ലേസ് ചെയ്തതാണ്. ഞാൻ സാധാരണ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ട് മാറ്റിയതാണ്. കാരണം ഇതിൻ്റെ ഒരു ആക്സിലേറ്റർ കേബിൾ ഏകദേശം ഒരു 2 വർഷം ആവുന്ന മുമ്പ് എൻ്റെ ആക്സിലേറ്റർ കേബിൾ എൻ്റെ പോയിരുന്നു. ബാക്കിയുള്ളവർക്ക് എന്നെ അറിയത്തില്ല, ഞാനിങ്ങനെ വണ്ടി റഫായിട്ട് യൂസ് ചെയ്യുന്ന ആളല്ല. എന്നിട്ടും എൻ്റെ ഒരു ആക്സിലേറ്റർ കേബിൾ പോയി അത് റീപ്ലേസ് ചെയ്തേ ഉള്ളൂ. പിന്നെ ഈ ഒരു സ്വിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാരണം ഇപ്പോൾ എല്ലാ വണ്ടിയിലും ഉണ്ട്. കാരണം നമ്മൾ ട്രാഫിക്കിൽ വണ്ടി നിർത്തുന്ന സമയത്ത് ഇത് ഓൺ ആക്കിയിട്ടിരുന്ന ഓട്ടോമാറ്റിക്കലി വണ്ടി ഓഫ് ആവും. പിന്നെ നമ്മൾ കൈ കൊടുക്കുന്നത് വണ്ടി സ്റ്റാർട്ടാവും. ആ സിസ്റ്റമാണ് ഇത്. അപ്പോൾ ഇത് ആൾമോസ്റ്റ് ഈ ആക്സിലേറ്റർ കേബിൾ പോയപ്പോൾ തന്നെ അതിൻ്റെ കാര്യത്തിൽ വരുമാനം. ഞാൻ ഈ ആക്സിലേറ്റർ കേബിൾ മാറ്റിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇത് ഓൺ ആക്കിയിട്ടാലും ഇപ്പോൾ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ പോലും കാണുന്നില്ല. എനിക്കും സെൻസർ പോകാനാണ് തോന്നുന്നത്, എന്തെങ്കിലും പോയി കാണും. അതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ആക്സിലേറ്റർ കേബിൾ മാറ്റിയിട്ടും അതിൻ്റെ അടുത്ത് കാര്യമില്ല. ഇനിയിപ്പം സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകേണ്ടി വരും. ഞാനതൊരു ലോക്കൽ ഒരു മെക്കാനിക്ക് ഷോപ്പിലാണ് കൊടുത്തത്, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അതെന്തായാലും നമുക്ക് മാറ്റേണ്ടി വരും. ഇവിടെയാണ് ഈ ഒരു സ്പീഡോമീറ്ററിൻ്റെ കേബിൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇത് കേബിളിൻ്റെ ലൈന് പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാൻ യാതൊരു ഇൻഡിക്കേഷനും ഇല്ല. കാരണം വണ്ടിയുടെ കിലോമീറ്റർ അറിയാൻ പറ്റത്തില്ല, അതിൻ്റെ റീഡിംഗ് ഇല്ല. പിന്നെ വണ്ടി ഓടുന്നതിൻ്റെ ആ ഒരു സ്പീഡോമീറ്ററിൻ്റെ റണ്ണിങ് ഇതുമില്ല. അതൊന്നും വർക്കാവുന്നില്ല. കാരണം ഇത് പോയി. ഇനിയിപ്പോൾ ഇത് ചേഞ്ച് ചെയ്യണം. അതിപ്പോൾ പോയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ. പിന്നെ ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് പാഡ്, ഇതിൻ്റെ ഒരു ഡിസ്കിൻ്റെ ബ്രേക്ക് പാഡ് മാറിയിട്ടുണ്ട്. അതാണ് എൻ്റെ ഡിസ്കിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഒരു ബ്രേക്ക് പാഡ് ഇപ്പം ചേഞ്ച് ചെയ്യുള്ളൂ. എന്നിട്ട് വണ്ടിയിൽ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ചെറിയൊരു സൗണ്ട് ഉണ്ട്. അത് എന്താണെന്ന് നടത്തില്ല. എന്തായാലും ടോട്ടലി ഒരു ചെറിയൊരു സൗണ്ട്, അതായത് ബ്രേക്ക് പിടിക്കാതെ ഈ ഒരു ഡിസ്ക് പറയുന്നൊരു സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പം ഇതും മാറി, ഒരു പാഡ് മാറിയിട്ടുണ്ട്. പിന്നെ 2 വർഷം ഓടിച്ചാൽ ഇതിൻ്റെ ടയർ അത്യാവശ്യം, ഫ്രണ്ട് ടയർ അത്യാവശ്യം ഉണ്ട്. കാരണം അത് മാറേണ്ട ആവശ്യമില്ല. ഫ്രണ്ട് ടയർ കാരണം അത്യാവശ്യമുണ്ട്. 2 വർഷം ഓടിച്ചപ്പോഴേക്കും ആ ടയർ തേഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ബാക്കിലോട്ട് നമുക്ക് നോക്കാം. ഇതൊരു ബാക്ക് ടയർ നോക്കുമ്പോഴേക്കും ഏകദേശം ഒരു ഇത് പോയി തുടങ്ങി ഇതിൻ്റേത്. കാരണം നമുക്ക് ടയർ ചേഞ്ച് ചെയ്യാറായി. കാരണം ആൾമോസ്റ്റ് തേഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 2 വർഷം യൂസ് ചെയ്ത എൻ്റെ വണ്ടിയുടെ കോര എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് കാര്യമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. അതിനൊരു വെയിലടിച്ചിട്ട് നരച്ചിട്ടോ അങ്ങനെ ആയിട്ടൊന്നുമില്ല. പിന്നെ ഈ ഒരു ഭാഗം അത്യാവശ്യം വണ്ടി ഞാൻ കെയർ ചെയ്യുന്ന ആളാണ്. പിന്നെ ഇതാണ് വണ്ടിയുടെ ഒരു അവസ്ഥ. ഇപ്പം മഴയായതുകൊണ്ട് ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയതാണ്. അപ്പോൾ വേറെ ഒരു ബാഡായിട്ട് പറയാനൊന്നുമില്ല വണ്ടിയിൽ.
സ്പീഡോമീറ്റർ ഇൻഡിക്കേഷൻ ഇല്ല. പിന്നെ പെട്രോൾ ഇൻഡിക്കേഷനെ കൊണ്ട് സ്പീഡോമീറ്ററിൻ്റെയും കിലോമീറ്ററിൻ്റെയും ഇൻഡിക്കേഷൻ അത് കാണിക്കുന്നില്ല. കാരണം അതിപ്പം എനേബിൾ അല്ല. കാരണം കേബിൾ ചേഞ്ച് ചെയ്താൽ മാത്രമേ അതിനൊരു മാറ്റം വരത്തുള്ളൂ. പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഈ ബാറ്ററി ഇഷ്യൂവിനെ സെയിം എൻ്റെ ഫ്രണ്ട് ഈ വണ്ടി എടുത്ത സമയത്ത് തന്നെ അവരും ഈ ഒരു ഫെസിനെ ചൂസ് ചെയ്തായിരുന്നു. അപ്പോൾ അവർക്കും ഈ ഒരു സെയിം ഇഷ്യൂ 1 ഇയറിൽ തന്നെ ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു, വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക്. അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസായിട്ട് ഇനിയും കാണാം. ഓക്കെ, ബൈ.